മെക്സിക്കോയിലും ജെൻസി പ്രക്ഷോഭം ശക്തമാവുകയാണ്. ക്ലോഡിയ ഷീൻബോം സർക്കാരിനെതിരെ വൻ പ്രക്ഷോഭമാണ് നടന്നത്. നഗരത്തിലെ മേയർ കാർലോസ് കാൻസോയുടെ കൊലപാതകം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ജെൻസി തലമുറയെ പ്രകോപിതരാക്കുന്നത്. മയക്കുമരുന്ന് ലോകത്തിനെതിരെ കർശന നിലപാടെടുക്കുന്ന മേയർ ആയിരുന്നു കാർലോസ്. പ്രസിഡന്റിൻ്റെ കൊട്ടാരത്തിനടുത്തേക്ക് പ്രക്ഷോഭകർ ഇരച്ചെത്തി. ഐസൻ, ഈ വാർത്തയിലെ വിശദാംശങ്ങൾ. തീർച്ചയായും ഉറുവാപ്പൻ നഗരത്തിന്റെ മേയറുടെ കൊലപാതകം നവംബർ 1-നാണ് സംഭവിച്ചത്. നവംബർ 1-ന് കൊലപാതകം നടന്നതിന് പിന്നാലെയാണ് ഉറുവാപ്പൻ നഗരത്തിലെ ജനങ്ങളുടെ അല്ലെങ്കിൽ ഈ യുവാക്കളുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായത്. കാർലോസ് മാൻസോയുടെ കൊലപാതകം വൻ പ്രതിഷേധം ഈ ചെറുപ്പക്കാർക്കിടയിൽ ഉണ്ടാക്കി. നമുക്കറിയാവുന്നതാണ്, അമേരിക്കൻ പ്രസിഡന്റ് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, മെക്സിക്കോയിൽ നിന്നും അനധികൃതമായി മയക്കുമരുന്നുകൾ അമേരിക്കയിലേക്ക് കടത്തുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന രീതിയിലുള്ള നിലപാടുകളൊക്കെ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതുവഴി തന്നെ നമുക്കറിയാവുന്നതാണ് ഈ മയക്കുമരുന്ന് മാഫിയയുടെ സാന്നിധ്യം മെക്സിക്കോയിലുണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പ്രക്ഷോഭത്തെ നോക്കിക്കാണേണ്ടത്. ജെൻസി പ്രക്ഷോഭം സ്വാഭാവികമായും നാഷണൽ പാലസിനടുത്തേക്ക്, അതായത് ഈ പ്രസിഡന്റ് ക്ലോഡിയ ഷീൻബോം താമസിക്കുന്ന കൊട്ടാരത്തിനടുത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. വലിയ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ വലിയൊരു പ്രക്ഷോഭവും വലിയൊരു ജനക്കൂട്ടവുമാണ് ഉണ്ടായത്. ഈ കാർലോസ് മാൻസോ എന്ന് പറയുന്ന ഉറുവാപ്പനിലെ മേയറെ കൊല്ലുന്നത് ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് മാഫിയയാണ് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ സൂചനകൾ തന്നെ കുറെയൊക്കെ സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് മാഫിയകളുടെ എതിരെ നിലപാട് സ്വീകരിച്ച അദ്ദേഹത്തിന്റെ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ നയിക്കുന്ന അത്രയും പ്രക്ഷോഭകരമായ അല്ലെങ്കിൽ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് മെക്സിക്കോ പോകുന്നു എന്നൊരു സാഹചര്യത്തിലാണ് മെക്സിക്കോ സിറ്റി എന്ന മെക്സിക്കോയുടെ തലസ്ഥാന നഗരത്തിൽ വലിയ പ്രക്ഷോഭം ഉണ്ടായത്. ഈ പ്രക്ഷോഭം ഒരു പരിധിവരെ ക്ലോഡിയ ഷീൻബോം തള്ളിക്കളയുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് പിന്നിൽ മറ്റു ചില ശക്തികളാണ് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഏത് രാജ്യമാണ് അമേരിക്ക എന്ന് നമുക്ക് ഊഹിക്കാൻ പോലുമുള്ള ഒരു സാഹചര്യം അവരുടെ വാക്കുകളിൽ നിന്ന് ഇല്ല എങ്കിൽ കൂടി അത്തരത്തിലൊരു സൂചനയാണ് അവർ നൽകുന്നത്. സ്വാഭാവികമായും വലിയൊരു പ്രക്ഷോഭം, ജെൻസി പ്രക്ഷോഭം അവിടെ അരങ്ങേറിയിരിക്കുന്നു. അതായത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങളുടെയോ ഭാഗമല്ലാതെ വലിയ തോതിൽ യുവാക്കൾ ഭരണകൂടത്തിനെതിരെ ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കേണ്ട ദൃശ്യങ്ങളിൽ കാണുന്ന വലിയ ജനസഞ്ചയം ആ പ്രദേശത്ത് ഒത്തുകൂടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. എന്ത് തന്നെയായാലും ഈ ജെൻസി പ്രക്ഷോഭം പല രാജ്യങ്ങളിലും ഉള്ളതുപോലെ മെക്സിക്കോയിലും അലയടിക്കുകയാണ്. മെക്സിക്കോയിലെ ഈ മയക്കുമരുന്ന് മാഫിയക്കെതിരെയാണ് ഈ പ്രക്ഷോഭം ശക്തമാകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ശരി ഐസൻ.